BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നരേന്ദ്രമോദിയുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല മാനെ, ഞാൻ എന്ത് ചെയ്യും? അറിയാം, എനിക്ക് ബോധമില്ലാതായിപ്പോൾ ഞാൻ തെറി വിളിച്ചു. തെറിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറി ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. രാത്രി പി ജോസും പാതിരായ്ക്ക് വീട്ടിൽ വന്നു, ഇതൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് കാര്യം ചെയ്യും. ഞാൻ എന്തായാലും മേടിച്ചു. നോക്കിയപ്പോൾ 3000 രൂപയാണ്. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് മറ്റു രാഷ്ട്രീയക്കാരുടെ കുറ്റം പറയാൻ നേരെയില്ല. BJP സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തതെന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. വഞ്ചനയും കളിപ്പീരും പിടിച്ചോറിയൊന്നും ഞങ്ങൾക്കില്ല. ഒരു 10-15 വയസ്സായപ്പോൾ മുതലേ ഈ കേസിൽ ഇടപെടുന്ന ഒരാളാണ്. മാണി സാറിനെ ഞാൻ വിമർശിച്ചിട്ടുള്ള, ഞാൻ ചീത്ത വിളിച്ചോ ലോകത്താരും ചീത്ത വിളിച്ചിട്ടില്ല. മാണി സാറിൻ്റെ അവസാന കാലത്ത് മാണി സാറ് വലിയ ഗതികേട്. കേരളീയ രാഷ്ട്രീയത്തിൽ വിവാദങ്ങളും തുറന്നു പറച്ചിലുകളും കൊണ്ട് ശ്രദ്ധേയനായ നേതാവാണ് PC ജോർജ്. ഞാനിപ്പോൾ ഉള്ളത് PC ജോർജിൻ്റെ വീട്ടിലാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് ചോദിച്ചറിഞ്ഞാലോ. നിയമസഭ ഇലക്ഷൻ വരാൻ പോയല്ലേ, അപ്പോൾ കാൻഡിഡേറ്റായി ജയിച്ച് വരുന്ന കഴിയുമ്പോഴത്തേനും പൂഞ്ഞാറുകാർക്ക് സാർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഈ പൂഞ്ഞാറുകാരിയായിട്ട് ആരും അങ്ങനെ ചോദിക്കാനാ. എന്താ കാരണം ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് അവർക്കറിയാം. അവരുടെ ഏത് ആവശ്യവും ഞാൻ എപ്പോഴും കൂട്ടത്തിലുണ്ട്. ഇതുവരെയുള്ള ഞാനിപ്പോൾ 7 പ്രാവശ്യം MLA ആണ്. ആ 7 പ്രാവശ്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വലിയ 200 പേജ് എഴുതാൻ മാത്രമാണ് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കി ഈ 5 വർഷം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഈ 5 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അത് തന്നെയല്ല, നമ്മുടെ പൂഞ്ഞാറിൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുക. പൂഞ്ഞാറെന്ന് പറയുമ്പോൾ വലിയൊരു അംഗീകാരം എല്ലാ മേഖല ഉണ്ടായിരുന്നു. ഇപ്പം ഒരുത്തിനും അംഗീകരിക്കാനും ഇല്ല, പൂഞ്ഞാറെന്ന് കേൾക്കാനും ഇല്ലാത്ത നിലയായി. അതുകൊണ്ട് പൂഞ്ഞാറിൻ്റെ ആത്മാഭിമാനം തിരികെ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് വളരെ ശക്തമായി പ്രവർത്തിച്ച് മുൻപോട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂഞ്ഞാറുകാരുടെ പൾസ് അറിയുന്ന വ്യക്തി എന്ന രീതിക്ക് BJP-യിലോട്ട് സാർ ഇപ്പം ചേർന്നല്ലോ, അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന സാറിന് വിശ്വാസമുണ്ടോ? വിച്ചു, നീ ഇങ്ങനെ ചോദിക്കാതെ പെണ്ണേ. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നരേന്ദ്രമോദിയുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംസ്ഥാന പ്രസിഡൻ്റുണ്ട് രാജീവ് ചന്ദ്രശേഖർ, വളരെ മാന്യനായ വ്യക്തിത്വമാണ്. ഞങ്ങളെ BJP സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തതെന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. വഞ്ചനയും കളിപ്പീരും പിടിച്ചോറിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, സാധാരണ രാഷ്ട്രീയക്കാരൻ അന്നേരം ഏത് രാഷ്ട്രീയക്കാരൻ്റെ കുറ്റം പറയാനല്ല സമയം കണ്ടെത്തുന്നത്. ഞങ്ങളാരും പറയാറില്ല. അത് കാരണം രാജീവ് ചന്ദ്രശേഖരുടെ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനം. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് മറ്റു രാഷ്ട്രീയക്കാരൻ്റെ കുറ്റം പറയാൻ നേരെയില്ല. അത് മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, നമ്മൾ പറയാൻ പാടില്ല. ആ ഒരു പോളിസിയിൽ ഞങ്ങൾ പോകുന്നു. ഞാൻ 5 കൊല്ലമായി ഈ നാടിന് എന്തുമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഒരക്ഷരം പോലും ഞാൻ മിണ്ടാറില്ല. ശരിയല്ലെന്നേ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. നല്ലത് ചെയ്യാൻ അവസരം ജനം തരും, അപ്പം നല്ലത് ചെയ്യാത്തതുകൊണ്ട്. UDF LDF പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് സാറ് ഒരിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഇവിടെ ക്രിസ്ത്യൻ സമൂഹം വളരെ പിന്നോക്കമായി പോയി. അതിനാരെയും കുറ്റം, ജനം കൂടുതലുള്ളിടത്ത് ഈ രാഷ്ട്രീയക്കാരൻ കൂടും. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി ഇങ്ങനെ വരുന്നത്. സ്വാഭാവികമായി ക്രിസ്ത്യാനിയേക്കാൾ വളരെയധികം കൂടുതലുള്ള ഒരു സമൂഹമാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഉണ്ടായിരിക്കാം LDF UDF ഈ ക്രിസ്ത്യൻ സമുദായത്തോട് അങ്ങനെ പെരുമാറുന്നത്. ഞങ്ങളുടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഹൈക്കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളുടെ റിപ്പോർട്ട് വരെയുണ്ട്. അതെല്ലാം അവിടെ കിടക്കില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷേ മോദിജിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ക്രിസ്ത്യൻ സമുദായത്തോടും മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തോടും, പ്രത്യേകിച്ച് ഏറ്റവും പാവങ്ങളായി നിൽക്കുന്ന ആളുകളോടുള്ള സൗമനസ്യവും സ്നേഹവും പ്രകടിപ്പിക്കാറുണ്ട്. ആ വിശ്വാസമാണ് ഞങ്ങളെ BJP-യിൽ അടിയുറച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാർ രാഷ്ട്രീയ ജീവിതത്തിലോട്ട് വരാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? അതെനിക്ക് അറിയത്തില്ല മാനം. ഞാൻ ഒരു 10-15 വയസ്സായപ്പോൾ മുതലേ ഈ കേസിൽ ഇടപെടുന്ന ഒരാളാണ്. 80-ൽ എലക്ഷൻ വന്നു. കാരണം 77-ലെ എലക്ഷൻ കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പം അച്യുതമേനോൻ ഗവൺമെൻറ് രാജിവെച്ച് പിരിഞ്ഞ് ഒരു എലക്ഷനിലേക്ക് വന്നു. അപ്പോൾ ആരെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നപ്പം ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ
ഇവിടെ ഈ സീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആര് എന്നുള്ള ചോദ്യത്തിന് പ്രശ്നമായി. ആരും ഒരാളെ വേണമല്ലോ. നമുക്ക് പല ആളുടെയും പേര് ഇവിടെ വന്നു. പ്രത്യേകിച്ച് UDF എന്ന് പറയുന്നത് അന്ന് ഞാൻ ജോസഫ് ഗ്രൂപ്പിലാണ്. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് അന്ന് UDFിനോടൊപ്പം നിൽക്കുകയാണ്. ജോസഫിൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ UDF എന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ കോൺഗ്രസും ലീഗും ജോസഫിൻ്റെ പാർട്ടിയും മാത്രം. മറുഭാഗത്ത് ഇപ്പോഴത്തെ LDFും ആന്റണിയുടെ കോൺഗ്രസും മാണിയുടെ കോൺഗ്രസും, അങ്ങനെ ഒരു വലിയ മുന്നണിയാണ്. അതിനോട് യുദ്ധം ചെയ്യാൻ ഇവിടെ നിൽക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാതായി. അവസാന ദിവസം രാത്രി ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പം രാത്രി P. ജോസഫ് പാതിരായ്ക്ക് വീട്ടിൽ വന്നു. ഇവർ ഇതൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് കൈ നീട്ടി. ഞാൻ എന്തായാലും മേടിച്ചു. നോക്കിയപ്പം 3000 രൂപയാണ്. എന്നുവെച്ച് ഒരക്ഷം വിട്ടാൽ പുള്ളി ഇറങ്ങി. ഞാൻ ചെന്നൈ ഇത് കെട്ടിവെക്കാനുള്ള കാശാണ്. ഞമ്മ 3000 രൂപ എത്ര തരത്തില്ല ഇത് മനസ്സിലായെന്ന് പറഞ്ഞു. മത്സരിക്കണം, വേറൊന്നും പറയാൻ ചാടി വണ്ടിക്ക് സ്ഥലം വിട്ടു. അപ്പോൾ ഞാനിതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാ ചെയ്യുന്നത് എണ്ണി നോക്കിയിട്ടില്ല. കെട്ടിവെക്കാൻ മേടിച്ച് പോയി എന്നാ ചെയ്യുന്നതെന്ന് പറയാൻ ഞാൻ മിണ്ടാതെ കയറി കിടന്നുറങ്ങി. രാവിലെ 5 മണിയായപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വന്ന് വിളിച്ചേൽപ്പിച്ചു. എനിക്ക് ഇറങ്ങി പാടാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ചെന്നു. ഇപ്പോഴും ഉണ്ടായ രൂപം അവിടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് നിൽക്കാൻ പറഞ്ഞു. നിൻ്റെ നേതാവ് വന്ന് പറഞ്ഞ് ഞാൻ രാത്രി കേട്ടോണ്ടിരിക്കുക, നിൽക്കാതിരിക്കാൻ ഇനി പറ്റുകയില്ല, നീ നിൽക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പം നേരത്തെ സമ്മതിക്കലായിരുന്നു. ഒരു പൈസ ആരോടും പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോഴേ പിരിവില്ലപ്പാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രൂപത്തിൽ നിന്ന് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി ഒരു പൈസ പോലും ഈ കുടുംബത്തിലേക്ക് അനധികൃതമായി കൊണ്ടുവരില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയും. അപ്പം മടിയിൽ നിന്ന് 10,000 രൂപ എടുത്തു. ഇത് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആരംഭം കുറിച്ചോളാം കെട്ടിവെച്ച് തുടങ്ങാം. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ വന്നു കാര്യം. 14,705 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJ ജോസഫിനെയാണ് 3 വർഷം കഴിഞ്ഞ് മത്സരിക്കുന്നത് ഞാൻ, ഈ ശുഷ്കമായ മുന്നണി. പക്ഷേ ദൈവം എന്നെ സഹായിച്ചു, ജനം പരിപൂർണമായിട്ട് സഹായിച്ചു. 1161 വോട്ടിന് ഞാൻ ജയിച്ചു. ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നു. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 28 വയസ്സ്. ഭയങ്കരമായിപ്പോയി. അങ്ങനെ ഒരു വിജയം ഉണ്ടായി ദൈവാനുഗ്രഹം. മാണി സാറുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് പുള്ളിയെ പറ്റി ചിന്തിക്കുമ്പോഴത്തേനും ഇപ്പോൾ ഓർമ്മ വരുന്നത്? മാണി സാറിനോട് അടുത്ത ബന്ധം മാണി സാറിനെ ഞാൻ വിമർശിച്ചിട്ടുള്ള, ഞാൻ ചീത്ത വിളിച്ചുകൊണ്ട് ലോകത്താരും ചീത്ത വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, അദ്ദേഹത്തെ പോലെ മാന്യനായ ഒരു നേതാവ് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. 100% ശരിയും സത്യമുള്ളവരായിരുന്നു. പുള്ളി ഒരു അഴിമതിക്കാരൊന്നും ആയിരുന്നില്ല. വല്ലവരും കൊണ്ട് കൊടുത്ത ഒരു പാവനൊക്കെയാണ് പുള്ളിയുടെ കൈക്കൂലി. മകൻ വന്നതോടെ അത് മാറി. മകൻ കുഴപ്പക്കാരനായിരുന്നു. ഞാൻ എൻ്റെ വിശദാംശത്തിൽ കിടക്കുന്നില്ല. പിന്നെ ആരെയും കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. അതാണ് സത്യം. മാണി സാറിൻ്റെ അവസാന കാലത്ത് മാണി സാറ് വലിയ ഗതികേടിലായിരുന്നു. അങ്ങേരെ മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ഞാൻ ഇപ്പോഴും ഇതുപോലെ ഈ കസേരപ്പെടണം ഇവിടെ ഇരിക്കുക. ഒരു ഫോം വന്നു. ഫോം വന്നപ്പം നോക്കി മാണി സാർ. ഞാൻ ചെന്നൈ മാണി സാറേ എനിക്ക് ഉടൻ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പുളിയെല്ലാം 9 മണി ഞാൻ വരാം. 6:45 കഴിഞ്ഞുള്ളൂ. പറ്റുകയില്ല ചോറെ ഇപ്പം കാണണം ഒറ്റ കാറിച്ച. കരഞ്ഞപ്പോൾ എൻ്റെ കെട്ട് കിട്ടും. ഞാൻ ഉടനെ തന്നെ മുറി കയറി എൻ്റെ മുണ്ട് കയ്യിലുമുണ്ടായിരുന്നു, പറിച്ച് വെള്ളം മുണ്ടെടുത്ത് കൊടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ ഓടിച്ചെന്ന് ഇല്ല. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പം ഇവിടെ മാണി സാറിൻ്റെ ഭാര്യയും ജോസ് കെ മാണിയും ഭാര്യ, അവർ 3 പേര് നിൽക്കുന്നത് എനിക്ക് കാണാം. ഇടതുവശത്താണ് തിരിയുമ്പോഴാണ് മാണി സാർ ഇരിക്കുന്നത്. ഞാൻ അവിടെ എടുത്തുകൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ മാണി സാർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ കയറി ചെന്നു. എന്നെ മാണി സാറെന്ന് ചോദിച്ചു, എൻ്റെ മകനെ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇതുവരെയും കിട്ടി. അപ്പോൾ 7:15. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല മാനെ, ഞാൻ എന്ത് ചെയ്യും? കരയുക. എനിക്ക് ബോധമില്ലാതായി. പിന്നെ ഞാൻ തെറി വിളിച്ചു. അവിടെ നിന്നാലും ഈ മകനെയൊക്കെ കാണാൻ തെറിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറി ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, മാത്രം വിളിച്ചു. അപ്പോഴത്തേക്കിനും ഒരു സ്ത്രീ, ഒരു കൈലിമുണ്ടും ഒരു റൗക്കയായിട്ട് ഒരു സ്ത്രീ, ഹിന്ദു സ്ത്രീയാണ്. അവർ ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് ഓടിയാണ്. ഞാൻ അവരെയും ചീത്ത വിളിച്ചു. എപ്പോഴാണ് വഴി കൊണ്ടുവരുന്നത് ചീത്ത വിളിച്ചു. അപ്പോൾ അവർ പറയാതെ എങ്ങനെ തരുമെന്ന് ഇത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. വിഷം കൊണ്ടുപോയി ഇല്ലെന്ന് ഞാൻ കുടിച്ച് കാണിക്കാൻ തുടങ്ങി. ഞാൻ ആ കാപ്പി ഇങ്ങോട്ട് ഭയങ്കര ചൂടാണ്. മാണി സാർ ആ കാപ്പി എടുത്ത് ഒറ്റ കുടിയാണ് പാവം. ഒന്ന് ആലോചിച്ച് ഞാൻ കയറി. ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു മാണി സാറിനെ ഇനി ഇട്ടിട്ട് പോകുന്നില്ല. എന്നാൽ എന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോരാനും പറ്റുകയില്ല, മോശമല്ലേ, വേറെ രാഷ്ട്രീയമാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് ഞാൻ ചോദിച്ചു, മാണി സാറേ
മാണി സാറിന് ഏറ്റവും സ്നേഹമുള്ള പെൺമക്കൾ 5 ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? എനിക്ക് എല്ലാവരും ഇഷ്ടം, പക്ഷേ എന്നെ ഏറ്റവും ഇഷ്ടം കോതമംഗലത്ത് കെട്ടിച്ച പെണ്ണിനാന്ന് തോന്നുന്നു. അവൾ പനമ്പള്ളി നല്ലതാണ് താമസം. ഞാൻ വിളിച്ചു, ഞാനിങ്ങനെ പോന്നു. ഞാൻ വിളിച്ചില്ല, ഇൻഡയറക്റ്റായിട്ട് ഒരാൾ വഴി ആ സ്ത്രീയെ അറിയിച്ചു, മകളെ അറിയിച്ചു. മകൾ വന്ന് മാനസാനെ കൊണ്ടുപോയി. പിന്നെ മാനസാൻ ഡെഡ് ബോഡിയാണ് ഈ വീട്ടിൽ കൊണ്ടുവന്നത്. അതാണ് അതിൻ്റെ അത് എന്നാലോചിച്ച്. അപ്പോൾ ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെയൊക്കെ അവസാന കാലത്ത് ഇത്രയും 52 കൊല്ലം MLA ഒരു നിയോജകമണ്ഡലത്തിൽ തന്നുണ്ട് 52 കൊല്ലം. ഇതുവരെ ഒരു റെക്കോർഡ് എഴുതിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 24 കൊല്ലം മന്ത്രിയാണ്. ആ മനുഷ്യൻ്റെ ഗതിയെ ഒന്ന് ആലോചിച്ച് സ്വന്തം കുടുംബത്തിൽ ഇതൊരു സങ്കടകരമാണ് ആലോചിച്ച് നോക്കിയാൽ.